ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റേർഡ് ചാനൽ ബൈ അഭിനന്ദ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രോമകളെ പറ്റിയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ പീപ്പിൾ ഓപ്പൺ ദിയർ ഹാർട്ട്സ്, ദേ ഗെറ്റ് ബെറ്റർ. ട്രോമയുടെ ലൂപ്പിൽ കിടന്ന് ഇല്ലാതെയാവുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും മറികടക്കാൻ മുതിരാതെ ആ ലൂപ്പിൽ തന്നെ കിടന്ന് ജീവിതം നരകിച്ചു തീർക്കുന്നവർ. അത്ര എളുപ്പമല്ല ആ മുറിവുകൾ ബാക്കി വെച്ചു പോകുന്ന വേദന. ട്രോമ എന്നത് ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് മാത്രമല്ല, അതൊരു ലൂപ്പാണ്. ഒരുപാട് വേദനകളുടെ പ്രതിഫലനമാണ്. പരിഹരിക്കപ്പെടാത്ത ഇമോഷൻസിൻ്റെ തുടർച്ചയായ ചക്രമാണ്. ആ ട്രോമ നമ്മുടെ ഉള്ളിൽ ബാക്കി വെക്കുന്നത് വേദനയും ഉണങ്ങാത്ത മുറിവുകളും മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളിലേക്ക് പോലും നുഴഞ്ഞു കയറി നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും തല്ലിക്കെടുത്തി നമ്മുടെ ഡെയിലി ലൈഫ് സ്കിൽസിനെ ബാധിച്ച് ലോകത്തെയും മനുഷ്യരെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വരെ മാറ്റി ഈ ലോകത്തുള്ളതെല്ലാം നിറമങ്ങിയ കാഴ്ചയിലൂടെ കാണാനും വളരെ നെഗറ്റീവായി ഗ്രഹിക്കാനും പാകത്തിന് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഭാരമാണ് മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കുന്നത്. എന്തൊരു ട്രസ്റ്റ് ഇഷ്യൂസാണ് അത് സൃഷ്ടിക്കുന്നത്. എന്തൊരു ഇൻകൺസിസ്റ്റൻസിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുപേരെ കൊണ്ട് ഒരു മനുഷ്യൻ ഉരുകി നീറി ജീവിക്കേണ്ടി വരുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് മനുഷ്യരിങ്ങനെ ട്രോമകൾ നൽകി കടന്നു കളയുന്നത്? എന്തിനാണ് മനുഷ്യരിങ്ങനെ വേദനിപ്പിച്ചു പോകുന്നത്? എന്ത് സുഖമാണ് അവർക്ക് ഒരാളെ ജീവിക്കുന്ന ശവമായി ബാക്കി വെച്ചു പോയിട്ട് കിട്ടുന്നത്? ട്രോമ ലൂപ്പിൽ നിന്ന് മോചനം നേടുന്നത് പ്രയാസമാണ്. അത്ര എളുപ്പമല്ല അത് ബാക്കി വെച്ച് പോകുന്ന ഓരോ ആഫ്റ്റർ എഫക്ട്സും. പക്ഷേ ട്രോമ അനുഭവിക്കുന്ന ഒരാൾ അതിൽ തന്നെ കിടന്ന് മോചനം നേടാൻ ശ്രമിക്കാതെ അതിൽ തന്നെ ഇല്ലാതെയാവാൻ അയാൾ തീരുമാനമെടുത്താലോ, അത് ആ ട്രോമ ഉണ്ടാക്കിയതിലേറെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുക. ട്രോമയുടെ എക്സിസ്റ്റൻസിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യേണ്ടത് മറ്റാരേക്കാളും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് നമ്മളെ വേദനിപ്പിക്കുന്നത്? എന്താണ് നമ്മളെ പിന്നോട്ട് വലിച്ചിടുന്ന പാറ്റേണുകൾ? എന്താണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നത്? എന്താണ് നമ്മുടെ അസ്തിത്വത്തിനെ പോലും ഇല്ലാതെയാക്കുന്നത്? എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടതെല്ലാം ചെയ്ത് ബോധപൂർവം മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. ട്രോമയിൽ നിന്ന് ഹീലാവുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇതൊരു യാത്രയാണ്. വേദനയുടെ പാളികൾ ഓരോന്നോരോന്നായി അടർത്തി മാറ്റി നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെ തിരുത്തി എഴുതി ഘട്ടം ഘട്ടമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പെയിൻഫുൾ ബട്ട് ബ്യൂട്ടിഫുൾ ജേർണി. നമ്മുടെ മാനസികാരോഗ്യവും സന്തോഷവും സമാധാനവും നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അത് ആരും കൊണ്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിൽ മുറിവേൽപ്പിച്ചവരെ പിന്നെയും അടുപ്പിക്കാതെ ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനെ ചോദ്യചിഹ്നമാക്കി മാറ്റിയ ട്രോമകളിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളും നമ്മുടെ മനസ്സും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ ലക്ഷ്യവും എല്ലാം നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന് മാത്രം ഓർക്കുക, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ട്രോമയുടെ ലൂപ്പ് തകർത്ത് മുന്നേറി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ശ്രമിക്കുന്നവരുണ്ട്. അതങ്ങനെ തകർത്ത് ട്രോമ ലൂപ്പിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മെല്ലെ നമ്മൾ ഇത്രയും ദൂരം നയിച്ച ആ അപാരമായ ശക്തിയെ, ആ ശക്തിയുടെ ഉടമയായ നമ്മളെ നമ്മൾ തന്നെ തിരിച്ചറിയും. നമ്മൾ നമ്മളിൽ ഒന്നും കൂടി സന്തോഷം കണ്ടെത്തും. നമ്മൾ നമ്മളെ ഒന്നും കൂടി പരിഗണിക്കും, സ്നേഹിക്കും. ഹോൾഡ് ഓൺ ടു ദിസ്. Healing doesn't mean the damage never existed. It means the damage no longer controls our lives. സംസാരിക്കാൻ ആരും മറന്നു പോകാതിരിക്കട്ടെ. Have a happy day.